സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സർഫേസ് ഏരിയ ആൻഡ് വോള്യൂമിൻ്റെ ബേസിക് പഠിച്ചു. എന്താണ് ഏരിയ എന്ന് പഠിച്ചു, എന്തൊക്കെ ടൈപ്പ് ഏരിയാസ് ഉണ്ട്, വോള്യൂം എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഇൻട്രൊഡക്ഷൻ്റെ ബേസ് ചെയ്തിട്ടും പിന്നെ അന്ന് ചെയ്ത എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ NCERT തന്നിരിക്കുന്ന NCERT എക്സസൈസ് 13.1 തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്നത്? എ പ്ലാസ്റ്റിക് ബാഗ് 1.5 meter ലോങ്, ഓക്കെ, 1.25 meter വൈഡ് ആൻഡ് 65 meter ഡീപ്പ്. സോ ലെങ്ത് എന്താ തന്നിരിക്കുന്നത്? 1.5 meter. ബ്രെഡ്ത്ത് എത്ര തന്നിരിക്കുന്നത്? 1.25 meter. and depth, that means height, എത്ര തന്നിരിക്കുന്നത്? 65 centimeter. ഓക്കെ, നമുക്കെല്ലാം എന്തിനാ തന്നിരിക്കുന്നത്? ഇത് മീറ്റർ, പക്ഷേ ഇത് സെൻറ്റിമീറ്റർ ആണ്. സോ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ വീണ്ടും ആണ് കൂടുതൽ എളുപ്പം അല്ലേ? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഞാൻ ഒരു 100 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താവും? 0.65 ആയി പോവും. അതിനൊക്കെ എളുപ്പമല്ലേ നമുക്ക് 150 സെൻറ്റിമീറ്റർ എഴുതുക എന്ന് പറഞ്ഞാൽ? മീൻസ് ഇൻറ്റു 100 ചെയ്യുക, 150 സെൻറ്റിമീറ്റർ. 1.25 മീറ്റർ എന്തായി? 125 സെൻറ്റിമീറ്റർ. 65 സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ എഴുതിയാൽ മതി. എല്ലാം സെൻറ്റിമീറ്ററിലേക്ക് ആക്കി. കാരണം യൂണിറ്റ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്കിത് കിട്ടി, ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി, ഹൈറ്റ് കിട്ടി. പറ്റുകയാണെങ്കിൽ പറ്റില്ല, നല്ലത് എന്താ വെച്ചാൽ നമ്മളൊരു റഫ് സ്കെച്ച് വരച്ച് വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അത് പക്കയാവണമെന്നൊന്നുമില്ല. മീൻസ് എത്രയത്? ഹൈറ്റ് 65 സെൻറ്റിമീറ്റർ, ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? 1.5 മീറ്റർ, വിഡ്ത്ത് എത്ര തന്നിരിക്കുന്നത്? 1.25 മീറ്റർ. ചുമ്മാ എന്താണ് ഇനി പറഞ്ഞിരിക്കുന്നത്? is to be made, it is to be open at the top ignoring the thickness of the plastic sheet. Determine, നമ്മൾ ടോപ്പ് കവർ ചെയ്യും, ടോപ്പ് ഓപ്പൺ ആണ്. അങ്ങനെ ദ ഏരിയ ഓഫ് ഷീറ്റ് റിക്വയർഡ്, ഈ ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കവർ ചെയ്യാനല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എത്രയായിരിക്കും? എത്ര ഷീറ്റാണ് നമുക്ക് വേണ്ടി വരിക? ആ ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഷീറ്റ് ഉണ്ടാക്കാൻ 1 മീറ്റർ സ്ക്വയറിന് ചിലവാവുന്നത് 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം നമുക്ക് എത്രയാണ് ചിലവെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സോ നമ്മളിവിടെ എന്താ കാണേണ്ടത്? ടോട്ടൽ സർഫേസ് ഏരിയ ആണ് കാണേണ്ടത് അല്ലേ? ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് കാണാം അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? അതിൽ നിന്ന് ഒരു ടോപ്പ് മൈനസ് ചെയ്യാം. ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെങ്ത്തും ബ്രെഡ്ത്തും. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ കർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ ഒരു LB എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് കർവ്ഡ് സർഫേസ് ഏരിയ കാണാം അല്ലേ? കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ഇതെന്താണ് സാധനം? കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ബോക്സ് എന്താണ്? 2 ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഹൈറ്റ്. ഇതാണല്ലോ കർവ്ഡ് സർഫേസ് ഏരിയയുടെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 2 150 പ്ലസ് 125 ഇൻറ്റു H. എത്ര? 65. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 175 275 ഇൻറ്റു 65 പ്ലസ് ഇതിലെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ എന്ത് കിട്ടി? കർവ്ഡ് സർഫേസ് ഏരിയ. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എത്രയും 200 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 475 ഇൻറ്റു 550 ആയി അല്ലേ? ഇത് 550 ഇൻറ്റു 65. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏരിയ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് കിട്ടി. പക്ഷേ കർവ്ഡ് സർഫേസ് ഏരിയ പറഞ്ഞാൽ എന്താ? ഈ ചുറ്റുമുള്ള ഏരിയ, ഇതിൻ്റെ പിന്നിൽ ഈ സൈഡിൽ വരുന്ന ഏരിയ. നമുക്ക് എന്ത്? ബേസും വേണം. ബേസ് ഒഴിവാക്കാൻ പാടില്ല, ടോപ്പ് മാത്രമേ വേണ്ടാത്തുള്ളൂ. സോ ആക്ച്വലി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എഴുതായിരുന്നു. എങ്ങനെ വെച്ചാൽ നമുക്കെന്താ? റിക്വയർഡ്
sheet required area of required sheet എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു CSA of a cuboid plus length into breadth ഇങ്ങനെ എഴുതായിരുന്നു. ഇതിനി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 550 into 65 plus length എത്ര 150 into 125 അല്ലേ? ഇതാണ് നമ്മുടെ ഇതിനി സോൾവ് ചെയ്യുക 65 ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വരും 550 into 65 ചെയ്താൽ 35,750 വരും അല്ലേ? 35,750 എങ്ങനെ വെച്ചാൽ 65 into 5 ആദ്യം 60 into 5 നോക്കി നോക്കുക എത്ര വരും 60 into 5 എത്ര വരിക 300 പിന്നെ 5 into 5 225 അപ്പോൾ 325 വരും 5 ബാക്കി എത്ര വരിക 32 വീണ്ടും 65 325 ബാക്കി അതിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 35 പ്ലസ് ചെയ്യുന്ന ഇത്ര വരും. എന്തായാലും ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ 150 പ്ലസ് 125 എന്ന് ചെയ്താൽ എത്ര വരും 15 5 75 5 ബാക്കി 7 15 2 30 30 പ്ലസ് 7 37 7 ബാക്കി 3 15 1 15 പ്ലസ് 3 18 18750 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനം പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര വരിക ആൻസർ 0 0 5 4 5 ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട് അല്ലേ, എന്താ പറയുന്നത് മീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ കൺവേർഷൻ നടത്തുക? നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്താ ചെയ്യുക, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും 100 വെച്ച് ഡിവൈഡ് ചെയ്യും. പക്ഷേ ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, 2 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ആ 2 സെൻറ്റിമീറ്ററിനെയും ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണം ഈ സംഭവത്തിന്. അപ്പോൾ ഇത് എന്തായി മാറി 5.45. ഓക്കെ, എന്താ വരിക 5.45 മീറ്റർ സ്ക്വയർ. ഇനി എന്താ ചെയ്യുക, റേറ്റ് ഫോർ 1 meter square is equal to RS20 ആണ്. because rate for 1 meter square എത്ര, so rate for 5.45 meter square എത്രയായിരിക്കും 20 into 5.45. ഓക്കെ, സോ ഈ ഒരു 0 ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴും എളുപ്പമാക്കാൻ നോക്കുക. ഇതെങ്ങനെ ചെയ്യുക, ഈ 20 എന്ന് പറഞ്ഞാൽ എന്താ 2 into 10 ആണ്. ആ 10 ഇതിലേക്ക് മൾട്ടിപ്ലൈ ആയി ഇതെന്താവും 54.5 ആയി. 54.5 ആയില്ലേ, ആ 54.5 into 2 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇൻറ്റു 2 എന്ന് ആലോചിക്കാതെ നമ്മൾ എന്താ ചെയ്യുക 54.5ൻ്റെ ഡബിൾ ചെയ്യുക. ആദ്യം 54ൻ്റെ ഡബിൾ ചെയ്യുക. 54ൻ്റെ ഡബിൾ എത്ര 108, പിന്നെ ഒരു 0.5 ബാക്കി ഉണ്ടാവും. ആ 0.5ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 108 + 1 109, അപ്പോൾ ₹109. ഓക്കെ, കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ നോക്കുക എപ്പോഴും. അപ്പോൾ അങ്ങനെ എന്ത് കഴിഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കി നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ഞാൻ ക്ലാസ് വർക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എന്തായാലും ഹോംവർക്ക് ആയിട്ട് അയച്ചു തരണം. കൂടാതെ അതിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് നോക്കുക, ചെയ്യുക. മനസ്സിലാവാത്തതാണെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ 3ൽ പറയുന്നത് എന്താ, ദ ഫ്ലോർ ഓഫ് എ റെക്ടാങ്കുലർ ഹോൾ ഹാസ് എ പെരിമീറ്റർ. ഞാൻ ഡയറക്റ്റ് എഴുതണില്ല കേട്ടോ, ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എഴുതണില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാണ്. നിങ്ങൾ പക്ഷേ നോട്ട് ബുക്കിൽ ഇതും ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതരുത്. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയാൻ വേണ്ടിയിട്ട്, കാരണം അത് നിങ്ങൾക്ക് ലോഡ് ചെയ്യാനും എനിക്ക് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ സോ ഞാൻ മാക്സിമം വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്താണ് 250 മീറ്റർ. പിന്നെ എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്, നിങ്ങളത് പഠിക്കാനുള്ളതും. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അതേപോലെ ഒരു സ്പൂൺ ഫീഡിങ് മെത്തേഡ് ആവണ്ട, നിങ്ങളത് നിങ്ങളുടെ മെത്തേഡിൽ ചെയ്യൂ. ഇപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക.
പെരിമീറ്റർ എന്താ തന്നിരിക്കുന്നത് 250 മീറ്റർ. അവർ പറഞ്ഞിരിക്കുന്നു ഇഫ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ദ 4 wall at the rate of ₹10 per meter square is 15,000. അവർ പറഞ്ഞു 10 രൂപ വെച്ചിട്ട് കോസ്റ്റ് ഓഫ് 1 മീറ്റർ സ്ക്വയർ അവർ പറഞ്ഞിട്ട് 10 രൂപയാണ്. പെർ മീറ്റർ സ്ക്വയറിന് 10 രൂപയായി. 1 മീറ്റർ സ്ക്വയറിന് 10 രൂപ വെച്ചിട്ടാണ് അവർ മേടിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ടോട്ടൽ റുപ്പീസ് ആയത് ടോട്ടൽ റേറ്റ് എത്രയായി? ടോട്ടൽ റേറ്റ് ആയത് 15,000 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ടോട്ടൽ റേറ്റിൽ നിന്ന് എനിക്ക് ഒരു മീറ്റർ സ്ക്വയറിന് എത്രയായി വെച്ചാൽ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ നോക്കുക, എനിക്ക് 10 പെന്നിൻ്റെ വില തന്നിട്ടുണ്ട് 150 രൂപ. 10 പെന്നിൻ്റെ വില തന്നിട്ടുണ്ട് 150 രൂപയാണ് 10 പെന്നിൻ്റെ വില. ഒരു പെന്നിൻ്റെ വിലയും തന്നിട്ടുണ്ട്, ഒരു പെന്നിന് 10 രൂപയാണ്. ഓക്കെ, സോ ഞാൻ എത്ര പെന്ന് മേടിച്ചു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എനിക്ക്? ഈ 150 ടോട്ടൽ റേറ്റ് ബൈ ഒരു പെന്നിൻ്റെ വില, അപ്പോൾ 15 പെൻ. അതേപോലെ തന്നെ ഇവിടെ ഒരു മീറ്റർ സ്ക്വയറിന് 10 രൂപയായി. അപ്പോൾ ടോട്ടൽ റേറ്റ് ഇത്രയാണ്. എത്രയാണ് ടോട്ടൽ റേറ്റ്? ₹15,000. സോ ഇതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ടോട്ടൽ റേറ്റ് എപ്പോഴും എത്രയാണ്? ഏരിയ ഇൻറ്റു കോസ്റ്റ്. ഈ കോസ്റ്റ് എന്താണ്? ഒരു സിംഗിൾ ഐറ്റമിൻ്റെ വില. അപ്പോൾ ടോട്ടൽ റേറ്റ് എത്ര? 15,000. ഏരിയ അറിയണമെങ്കിൽ ഇൻറ്റു കോസ്റ്റ് എത്ര? 10 രൂപയാണ് ഒന്നിൻ്റെ. സോ ഏരിയ അവിടെ എന്തായിരിക്കും? നമ്മുടെ 15,000 ബൈ 10 അല്ലേ? ഇത്രയും മീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് 1500 മീറ്റർ സ്ക്വയർ. ഇതായി നമ്മുടെ എന്തായി? കർവ്ഡ് സർഫേസ് ഏരിയ. ഇനി നമുക്കറിയാം കർവ്ഡ് സർഫേസ് ഒരു റൂമിൻ്റെ 4 വാളും പെയിൻറ് ചെയ്യണമെങ്കിൽ അവിടെ കർവ്ഡ് സർഫേസ് ഏരിയ തന്നെ ആയിരിക്കുമല്ലോ, കാരണം ടോപ്പും ബേസും ഇല്ല. സോ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് റൂം ഇല്ലെങ്കിൽ ഹോൾ എന്താണെന്ന് വെച്ചാൽ അത് L+B × H. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1500. ഇനി ഈ ഭാഗം പെരിമീറ്റർ ആണോ? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എത്ര? 2L+B അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂ അങ്ങോട്ട് ഈ ഭാഗത്ത് വെച്ചൂടെ? ഇതെന്തായി? 250H. ഇനി 1500/250 = H. 0 0 ക്യാൻസൽ. 150 എത്ര പ്രാവശ്യത്തിലാണ് പോവുക? 6 പ്രാവശ്യത്തിൽ. ഹൈറ്റ് എന്തായി? ഇത് നമ്മൾ എന്തിലായിരുന്നു യൂണിറ്റ്? 250 മീറ്റർ. സോ 6 മീറ്റർ ആണ് നമ്മുടെ റിക്വയർഡ് ഹൈറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറയുന്നത്? ദ പെയിൻറ്റ് ഇൻ എ സർട്ടൻ കണ്ടെയ്നർ ഈസ് സഫീഷ്യൻറ്റ് ടു പെയിൻറ്റ് ആൻ ഏരിയ ഈക്വൽ ടു 9.375 മീറ്റർ സ്ക്വയർ. അപ്പോൾ കുറച്ച് പെയിൻ്റ് ഉണ്ട് ഒരു കണ്ടെയ്നറിൽ, അത് വെച്ചിട്ട് എത്ര ഏരിയയാണ് ചെയ്യാൻ പറ്റുക? പെയിൻറ്റ് ചെയ്യാൻ പറ്റുക? ഏരിയ ക്യാൻ ബി പെയിൻറ്റഡ് എത്ര? 9.375 മീറ്റർ സ്ക്വയർ. ഹൗ മെനി ബ്രിക്ക് ഓഫ് ഡയമെൻഷൻ ഇത്ര ക്യാൻ ബി പെയിൻറ്റഡ് ഔട്ട് ഓഫ് ദിസ് കണ്ടെയ്നർ? അപ്പോൾ എത്ര ബ്രിക്സ് ആണ്? കുറച്ച് പെയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത്ര ഏരിയ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ബ്രിക്സ് ഓഫ് ഡയമെൻഷൻ. ബ്രിക്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ബ്രിക്സ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എന്തൊക്കെയാ? 22.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 7.5 സെൻറ്റിമീറ്റർ. ഇത്രയും എന്താണ് അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇനി അതിന് മുന്നേ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഹോളിൽ എനിക്ക് ടൈൽ പതിക്കണം. ഒരു ഹോളിൽ ടൈൽ പതിക്കണമെങ്കിൽ ഞാൻ കടയിൽ പോയി, അപ്പോൾ അവർ ചോദിക്കും അവിടുത്തെ ഏരിയ എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, സോ എനിക്ക് വേസ്റ്റേജ് ആവാൻ പാടില്ല. ഞാൻ ടൈൽ കൂടുതലോ കമ്മിയോ ആവാൻ പാടില്ല. എനിക്ക് കറക്റ്റ് ടൈൽ വേണം. സോ നമ്മൾ എന്താ ചെയ്യുക? ഈ റൂമിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു പോകും. നമ്മൾ എവിടെയാണോ ടൈൽ പതിപ്പിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തിൻ്റെ, ഇപ്പോൾ ഞാൻ ഹോളിലാണ് പതിപ്പിക്കാൻ പോകണമെങ്കിൽ ആ ഹോളിൻ്റെ ആ ഏരിയ കണ്ടുപിടിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി, ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. അവിടുത്തെ ഏരിയ കണ്ടുപിടിച്ചു. കടയിൽ പോയി അവർ പറഞ്ഞു ഇവിടെ ഒരു ടൈലിൻ്റെ ഏരിയ ഇത്ര മീറ്റർ സ്ക്വയറുള്ള ടൈലാണ്, ഇത്ര ഫീറ്റ്
ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടൈലിൻ്റെ അവർ ഏരിയ പറയും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടൈലിൻ്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂമിൽ എത്ര ടൈൽസ് വേണ്ടി വരും എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതേ സെയിം കോൺസെപ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പെയിൻറ്റ് വെച്ചിട്ട് ഇത്ര ഏരിയ നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന് പറ്റി. സോ ഇങ്ങനെ അസ്യൂം ചെയ്യുക, ഈ ഒരു സ്ഥലത്ത് എനിക്ക് ഇഷ്ടിക വെച്ച് ഈ മീൻസ് ഒരു കുറേ ഇഷ്ടികയിൽ ഇത്രയും പെയിൻറ്റ് അടിക്കണം. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബ്രിക്സ്, എത്ര നമ്പർ ഓഫ് ഇഷ്ടികയാണ് നമുക്ക് വേണ്ടി വരിക എന്നുള്ളത്. സോ എന്ത് ചെയ്യണം, ഈ ബ്രിക്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓരോ ബ്രിക്കിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. ഓരോ ബ്രിക്കിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ, കാരണം ബ്രിക്കിൻ്റെ എല്ലാ 6 സൈഡും നമ്മൾ പെയിൻറ്റ് ചെയ്യും. എന്നിട്ട് ടോട്ടൽ ഏരിയ, ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് ആ ബ്രിക്സിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് നമ്പർ ഓഫ് ബ്രിക്സ് നീഡഡ് കിട്ടും. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ബ്രിക്സ് എന്താ ഷേപ്പ്, ക്യൂബോയിഡ് ഷേപ്പാണ്. സോ ഇത് സോൾവ് ചെയ്യുക, 2 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് പ്ലസ് HL. ഈ ഫോർമുല ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് സോൾവ് ചെയ്യുക, 222.5 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു 7.5 പ്ലസ് 7.5 ഇൻറ്റു 22.5. ഓക്കെ, so 2 into 225 plus 75 plus ഈ സംഭവം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 75 ഇൻറ്റു 5 എത്ര, 75ൻ്റെ ടേബിൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ട്രൈ ചെയ്യുക. 75 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 300 ആണ്. നമുക്ക് 75 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 375 ആവും. 5 ബാക്കി എത്ര ഉണ്ടാവും, ക്യാരി 37. 75 ഇൻറ്റു 2 എത്ര, 150. 150 പ്ലസ് 37 എത്ര, 187. 7 ബാക്കി എത്ര ബാക്കി ഉണ്ടാവുക, 18. 18 ക്യാരി ഉണ്ടാവും. അതേപോലെ 75 ടു 150. 150 പ്ലസ് 18 168. ഓക്കെ, 2 പോയിൻ്റ് ഇപ്പുറമാണ് ഇടേണ്ടത്. സോ അങ്ങനെ. ഇനി ഈ സംഭവം പ്ലസ് ചെയ്യുക, 225 പ്ലസ് 75 300 കിട്ടി. 300 പ്ലസ് 168 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 468.75. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് ചെയ്താൽ എത്ര വരിക, 468ൻ്റെ ഡബിൾ എത്ര വരും, 400 ഡബിൾ 900, 68ൻ്റെ 400ൻ്റെ ഡബിൾ 800, 68ൻ്റെ ഡബിൾ എത്രയാവും, 136 അല്ലേ. സോ 800ഉം 136ഉം എത്രയായി, 936. 0.75 ഉണ്ട്. അപ്പോൾ അത് എത്ര കൂടിയിട്ടുണ്ടാവും, 0.75ഉം എത്ര കൂടും, 1.50 കൂടും. സോ ടോട്ടൽ എത്രയായി, 900 എത്ര കിട്ടിയത്, 936ഉം 1.50 കൂടി ആയിക്കഴിഞ്ഞാൽ എത്ര വരും, 937.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്പർ ഓഫ് ബ്രിക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാനിങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞതന്നേ ഉള്ളൂ. നമ്പർ ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എത്ര, ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 brick. That means 9.375 divided by 937.5. Okay. നോക്കുക, ഇത് നമുക്ക് എന്തിലാണ് തന്നിരിക്കുന്നത്, മീറ്റർ സ്ക്വയറിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, സെൻറ്റിമീറ്റർ സ്ക്വയറിൽ. സോ ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. ആദ്യം മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ഇൻറ്റു 100, പക്ഷേ ഇത് മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു 100 2 വട്ടം ചെയ്യേണ്ടി വരും. ഒരു 100 മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാവും, 7 കഴിഞ്ഞിട്ട് പോയിന്റ് വരും. വീണ്ടും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 93750 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. സോ ഇത് എത്രയായി, 93750 അല്ലേ. ഇവിടെ പോയിന്റ് കളയാൻ ഇൻറ്റു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് പോയി. അപ്പോൾ എത്ര ആൻസർ വന്നു, 100. സോ 100 ബ്രിക്സ് ആണ് നമുക്ക് ആവശ്യം വരിക. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ, സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. ഇനി
ഇനി എന്താ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കി നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ ഉള്ളൂ. ബാക്കി നിങ്ങളത് ഹോംവർക്ക് ചെയ്യണം. ബാക്കി ഈ എക്സസൈസ് മൊത്തം ഹോംവർക്ക്, കാരണം ഈ കോൺസെപ്റ്റ് പറഞ്ഞില്ലായിരുന്നു. ഈ എക്സസൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ എക്സസൈസും അത് തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ മൈൻഡ് ഓർക്കും. ഇതിൽ നമ്മളതായ ആലോചന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് എനിക്ക് ഹോംവർക്ക് ചെയ്ത് അയച്ചു തരണം. കിട്ടാത്ത ക്വസ്റ്റ്യൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഇടും. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കി നോക്കുക. എ ക്യൂബിക്കൽ ബോക്സ് ഹാസ് ഈച്ച് edge 10 cm and another cubical box 12.5 cm long, 10 meter wide and 8 cm height. ക്യൂബിക്കൽ ബോക്സിൻ്റെ എഡ്ജ് തന്നിട്ടുണ്ട്, മറ്റേൻ്റെ ഒരു ക്യൂബോയിഡിൻ്റെ എല്ലാ ഡയമെൻഷൻ. വിച്ച് ബോക്സ് ഹാസ് ലേറ്ററൽ സർഫേസ് ഏരിയ ഏതിനാണ് കൂടുതൽ, എത്രയാണ് കൂടുതൽ ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എന്താ രണ്ടിൻ്റെയും ലേറ്ററൽ സർഫേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എത്രയാണ്? 4a². ക്യൂബോയിഡിൻ്റെ ലേറ്ററൽ സർഫേസ് ഏരിയ. ഓക്കെ. ക്യൂബിക്കലിൻ്റെ ലേറ്ററൽ സർഫേസ് ഏരിയ 4a². അതുപോലെ ക്യൂബോയിഡിൻ്റെ ലേറ്ററൽ സർഫേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എത്ര? 2l+bh. രണ്ടും കാണുക, ഏതാണ് കൂടുതലെന്ന് പറയുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ബോക്സ് ഹാസ് എ സ്മോളർ ടോട്ടൽ സർഫേസ് ഏരിയ. വീണ്ടും പിന്നെ രണ്ടും മൈനസ് ചെയ്യുക. ആൻഡ് ഹൗ മച്ചും ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കൂടുതൽ, എത്രയാണ് കൂടുതലും ചോദിച്ചിട്ടുണ്ടാവും. സോ ഇതിന് ഏതാണ് കൂടുതൽ വെച്ചാൽ അതിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കൂടുതൽ എന്നുള്ളത് കിട്ടും. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ ടോട്ടൽ സർഫേസ് ഏരിയ ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കമ്മി ടോട്ടൽ സർഫേസ് ഏരിയ, പിന്നെ എത്രയാണ് കമ്മി എന്നുള്ളത്. അഗെയിൻ ലേറ്ററൽ സർഫേസ് ഏരിയ ഓഫ് ക്യൂബിക്കലിൻ്റെ എന്താണ്? 6a². ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്താ? lb+bh+hl. രണ്ടും കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. ആൻസർ ഏതാണോ കൂടുതൽ വെച്ചാൽ അതിന് കമ്മി മൈനസ് ചെയ്യുക. സോ എത്ര കമ്മി എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സോ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ, കാരണം ഇതിൽ തന്നെ എല്ലാ ബേസിക്കും കവർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എനിക്ക് ചെയ്ത് അയച്ചു തരിക. എന്നിട്ട് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. സോ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.